ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്നും ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട് കേട്ടോ, ഭഗവാനെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് വിളക്ക് വെക്കാൻ പറ്റിയത് ഞാൻ നന്ദി പറയണം ഭഗവാനോട്. ഇപ്പോൾ എല്ലാവരും സ്കന്ദഷഷ്ടി വായിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കന്ദഷഷ്ടി വായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത്, മറക്കാതെ എല്ലാവരും വായിക്കും. അപ്പോൾ നമുക്ക് അടുത്ത 10 ലൈൻ ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. വശരഹണബ വരുക വരുക അസുരർ കുടികെടുത്ത അയ്യാ வருக என்னையாளும் இளையோன் கையில் 12 ஆயுதம் பாஷாங்குஷமும் பரந்த விழிகள் 12 இலங்க விருந்தனை காக்க வேலோன் வருக ஐயும் கிளியும் அடைவுடன் சோவும் ஒய்யளி சோவும் உயிரையும் கிளியும் சோவும் കിളറുളി അയ്യോ നിലപെട്ടെൻ മുന്നിത്തമും ഒളിരും. ഈ ലൈൻസിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വശരഹണബ വരുക വരുക അസുര കുടികെടുത്ത അയ്യാ വരുക. ഈ വശരഹണബ വരുക എന്നുള്ളതിലത്തെ ലൈൻസിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരഹണ ഭവ എന്നുള്ളതിലത്തെ ആ ലൈൻസിലുള്ള ഒരു ലൈനും കൂടിയാണ് കേട്ടോ ഈ വശരഹണബ എന്ന് പറയുന്നത്. അതും മന്ത്രമാണ്. ഈ ശരഹണ ഭവ എന്നുള്ളതിലത്തെ ലൈൻസിൽ വേർഡ്സ് മാറ്റിയിട്ടിട്ടാണ് ആ വശരഹണബ വരുക വരുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു മന്ത്രമാണ്. പിന്നെ നെക്സ്റ്റ് ലൈൻ അസുര കുടികെടുത്ത അയ്യാ വരുക. അസുരന്മാരുടെ കുടികെടുത്ത ദേവന്മാരെ വാഴ വെച്ച ആളാണ് നമ്മുടെ മുരുക ഭഗവാൻ കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ കാലഘട്ടമൊക്കെ ഒരുപാട് മാറി. നമ്മുടെയൊക്കെ മനസ്സ് ഇപ്പോൾ അസുര സ്വഭാവമുള്ള മനസ്സായിട്ട് മാറുകയാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാനും മറ്റുള്ളവരെ വഞ്ചിക്കാനും ഒക്കെ ഉള്ള ടെൻഡൻസിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കൂടുതലാണല്ലേ. അപ്പോൾ ആ ടെൻഡൻസിയും ആ സ്വഭാവവും നമ്മുടെ അസുര മനസ്സിനെയൊക്കെ മാറ്റാനായിട്ട്, നമ്മളെ ഉയർച്ചയിലെത്തിക്കാൻ, നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ മുരുക ഭഗവാൻ കേട്ടോ. അതിനെയാണ് അസുര കുടികെടുത്ത അയ്യാ വരുക വരുക എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. എന്നെ ആളും ഇളയോൻ കയ്യിൽ 12 ആയുധം പാശാങ്കുശവും. എന്നെ ആളും എന്ന് പറയുമ്പോൾ എന്നെ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എന്നെ ഭരിക്കുന്നത് ആരാ? മുരുക ഭഗവാൻ. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ ആരായിരിക്കും? അടിമയാണ്. മുരുകൻ്റെ ഒരു അടിമയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാനൊരു ഭക്തനാണ്, ഞാനൊരു അടിമയാണ്. ഇതിൽ ഞാൻ എന്താ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ആളുന്ന ഒരാളുടെ കയ്യിൽ, ഇളയോൻ കയ്യിൽ, അതായത് ഇളമയിലിരിക്കുന്ന മുരുകഭഗവാന്റെ കയ്യിലാണ് ആരുള്ളത്? ഞാനുള്ളത് കേട്ടോ. 12 ആയുധം പാശാങ്കുശവും. ഇത് പറയുന്നത് 12 കരങ്ങളിൽ, ഭഗവാന്റെ 12 കരങ്ങളിലും യുദ്ധത്തിന് പുറപ്പെടുന്ന പോലെ ആയുധം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഭഗവാന്റെ കയ്യിൽ. ഭഗവാൻ അപ്പോൾ 12 ആയുധം പാശാങ്കുശവും, 12 കൈകളിലും ആയുധം ഏന്തിയിട്ട് നമുക്ക് എന്ത് പ്രോബ്ലം ആണെങ്കിലും ഭഗവാനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു കൈയല്ല 12 കൈയിൽ ആയുധം ഏന്തിയിട്ടാണ് വരുന്നത്. എന്താണ് പ്രശ്നം? എല്ലാം പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധമായിട്ട്, സംഹാരത്തിന് വേണ്ടിയിട്ട്, സംഹാരമൂർത്തിയായിട്ട് വരുന്നതാണ് കേട്ടോ ആ ലൈൻസിൽ പറയുന്നത്. പരന്ത വിഴികൾ 12 ഇലങ്ക്. അതായത് ഭഗവാന്റെ കണ്ണിങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. പരന്ത വിഴികളാണ്. നമ്മുടെ ഉലകം എന്ന് പറയുന്നത് എന്താ? ലോകം എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. അത് പരന്ന് കിടക്കില്ല. അപ്പോൾ ഒരു ചെറിയ കണ്ണ് മതിയോ ഭഗവാനെ കാണാൻ? പോരാ. അപ്പം നമ്മുടെ ഭഗവാന് നമ്മളെ ലോകത്തിലുള്ള എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പരന്ന മിഴികളാണ് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളുടെയൊക്കെ ലോകത്തിലുള്ള എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് പരന്ത വിഴികളും 12 ഇലങ്ക്, 12 നേത്രങ്ങളായിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ ഭഗവാന്. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും നമ്മൾ ഏത് സമയത്തും ഭഗവാൻ നോക്കാൻ വേണ്ടിയിട്ടും പരന്ത വിഴികൾ 12 ഇലങ്കയായിട്ടാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈനാണ് കേട്ടോ. ഭഗവാന്റെ കണ്ണിന് ഈ വർണ്ണിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലൈനാണ്. വിരുന്തനി കാക്ക് വേലോൻ വരുക. അപ്പോൾ വിരുന്തനി കാക്ക് വേലോൻ വരുക. വിരുന്തനി കാക്ക വേലോൻ വരുക പറയുമ്പോൾ പരന്ന വിഴികളും 12 കണ്ണുകളായിട്ട് നമ്മളെ കാക്കാൻ വേണ്ടിയിട്ട് വേലോൻ വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ കാക്കാനായിട്ട്, നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മയിലിൽ കയറിയിട്ട് വേലുമായിട്ട് നമ്മുടെ പരന്ന കണ്ണുകളും 12 കണ്ണുകളൊക്കെ ആയിട്ട് നമ്മുടെ ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടി മയിലിൽ വേലുമായിട്ട് ഓടി വരികയാണെന്നാണ് ഈ ലൈൻസിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അയ്യും ഗിലിയും അടൈവുടൻ ഷോവും ഒയ്യൊളി ഷോവും ഉയിരയും ഗിലിയും ഷോവും കിളറൊളി അയ്യും നിലപെട്ടെൻ മുൻ നിത്തമും ഒളിരും.
ഈ 4 ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് മന്ത്രങ്ങളൊന്നും പറയാറില്ല. നാമം വായിക്കാൻ അറിയുമായിരിക്കും, അതിനെപ്പറ്റി കുറച്ച് അറിയുമായിരിക്കും. പക്ഷേ മന്ത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരല്ലേ പറഞ്ഞു തരിക, അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരമൊക്കെ ആയിരിക്കും മന്ത്രം ഉച്ചരിക്കുക. നമ്മളെ കൊണ്ടൊന്നും ഉച്ചരിക്കാൻ പറ്റില്ല. ഐം ക്ലീം ഷൗം അതൊക്കെ ഉള്ള മന്ത്രങ്ങളാണ് കേട്ടോ. ഒരു ഗണപതി ഹോമം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ മന്ത്രങ്ങളൊക്കെ ഗുരുക്കന്മാർ മാത്രമേ പറയുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ലൈൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ അയ്യും എന്ന് പറയുമ്പോൾ ഐ എന്നാണ് അർത്ഥം, ഗിലീം എന്ന് പറയുമ്പോൾ ക്ലീം എന്നാണ് അർത്ഥം, ഷൗവും എന്ന് പറയുമ്പോൾ സൗം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മന്ത്രങ്ങളൊന്നും നമുക്ക് പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം നമുക്കത് മൊത്തം നമുക്ക് പഠിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ദേവരായ സ്വാമികൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നാമത്തിൻ്റെ രൂപത്തിൽ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്ന് പറയുമ്പോൾ അതിലുള്ളത് മൊത്തം മന്ത്രങ്ങളാണ് ഈ 4 ലൈൻസിലുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫലം ലഭിക്കാൻ വേണ്ടി ദേവരായ സ്വാമികൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദേവരായ സ്വാമികൾക്ക് ഭഗവാൻ മുരുകൻ്റെ അനുഗ്രഹത്താലാണ് ഇത് എഴുതാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മന്ത്രങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ നമ്മുടെ ദിനം നമുക്ക് ദിവസം നമുക്കിത് വായിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും അരുളും കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് 10 ലൈൻസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.